എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും EMI സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. വാഹനയാത്രക്കാർക്ക് മുന്നിൽ കെണിയൊരുക്കുകയാണ് കൊടുങ്ങല്ലൂരിലെ TKS പുരം ജംഗ്ഷൻ. പഴയ ദേശീയപാത 66 കടന്നു പോകുന്ന TKS പുരം ജംഗ്ഷനിൽ ദിവസവും എന്നോണമാണ് വാഹനാപകടങ്ങൾ അരങ്ങേറുന്നത്. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഏറെക്കുറെ അടച്ചിട്ട നിലയിലാണ്. അതുകൊണ്ടുതന്നെ പഴയ ദേശീയപാതയിൽ ഗതാഗത തിരക്ക് ഏറെയാണ്. വാഹനം ഓടിക്കുന്നവരിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന വിധത്തിലാണ് TKS പുരം ജംഗ്ഷനിലെ റോഡിന്റെ ഘടന. പുറമേ നിന്നും എത്തുന്ന വാഹനങ്ങളാണ് ഇവിടെ കൂടുതലായും അപകടത്തിൽപ്പെടുന്നത്. പഴയ ദേശീയപാതയിലേക്ക് സ്നേഹാലയ കോൺവെന്റ് വഴി വന്നു ചേരുന്ന റോഡിലൂടെ കടന്നുവരുന്ന വാഹനങ്ങൾ പഴയ ദേശീയപാതയിലേക്ക് കയറുന്നിടത്താണ് പതിവായി അപകടം സംഭവിക്കുന്നത്. നിരന്തരം അപകടങ്ങൾ അരങ്ങേറിയിട്ടും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ നടപടിയുണ്ടായിട്ടില്ല. TKS പുരം ജംഗ്ഷനിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് നഗരസഭാ കൗൺസിലർമാരായ VM ജോണി, KS ശിവറാം എന്നിവർ ആവശ്യപ്പെട്ടു. നടക്കുന്നതിന്റെ പേരിൽ ഭൂരിഭാഗം വണ്ടികളും തിരിച്ചുവിടുന്നത് ഈ സ്നേഹാലയ ഗൗരിശങ്കറിന്റെ അവിടെ നിന്നുള്ള റോഡ് ഈ സ്നേഹാലയ കോൺവെന്റ് മുന്നിൽ കൂടി ബൈപ്പാസിലേക്ക് കിടക്കുകയാണ്. കൂടുതലായിട്ട് ഈ റോഡിനെ കുറിച്ച് അറിയാത്ത പുറമേ നിന്നുള്ള ഒരുപാട് പേര് ഇതിൽ യാത്ര ചെയ്യുമ്പോൾ അവർക്കറിയില്ല നേരെ ബൈപ്പാസിലേക്കാണ് കയറുന്നതെന്ന്. നിരന്തരം അപകടം. ഇവിടെയുള്ള ആളുകളെല്ലാം കണ്ണടച്ചോണ്ട് നിൽക്കുന്നത്. ഇത് ഇന്നത്തെ ദിവസം പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് മലപ്പുറം പൊന്നാനി ഭാഗത്തോടെ 2 ചെറുപ്പക്കാർ ഇതിലെ കടന്നു വന്നപ്പോൾ KSRTC ബസ് ഇടിച്ച് ഗുരുതരമായ അവസ്ഥയിൽ മെഡിക്കലിൽ അഡ്മിറ്റ് കൊണ്ടുപോയി. അവിടെ നിന്ന് നേരെ ഇപ്പോൾ എറണാകുളത്തേക്ക് കൊണ്ടുപോയിക്കാണ്. ഒന്നല്ല, ദിവസേന അപകടങ്ങളാണ്. നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നിരന്തരമായ അപകടങ്ങളാണ്. കഴിഞ്ഞ കൗൺസിലിൽ ഞാൻ ഈ വിവരം കൗൺസിലിൽ ഇത് അവതരിപ്പിക്കുകയുണ്ടായി. താൽക്കാലികമായിട്ട് എന്തെങ്കിലും നടപടികളിലേക്ക് കടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നത് അടിയന്തരമായിട്ട് MVDയും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ആരെല്ലാമാണോ അവരിവിടെ വന്ന് കണ്ട് എന്താണെന്നുള്ളൊരു ശാശ്വതമായ ഒരു പരിഹാരം കാണണം. അല്ലെങ്കിൽ വലിയ ദുരന്തത്തിലേക്ക് പോകും. കാരണം ബൈപ്പാസിൽ കൂടി കടന്നു പോകുന്ന വാഹനങ്ങൾക്കറിയില്ല ഇതിലെ ഒരു ഷോർട്ട് കട്ട് വരുന്നുണ്ടെന്ന്. ഇനി ഇതിലെ വരുന്ന ഈ ഷോർട്ട് കട്ടിലൂടെ കടന്നു വരുന്ന വാഹനങ്ങൾക്ക് നാട്ടുകാർക്ക് കൊടുങ്ങല്ലൂരും പരിസര പ്രദേശങ്ങളിലുള്ളവർക്ക് അറിയാൻ പറ്റും. പക്ഷേ പുറമേ നിന്നുള്ള വരുന്നവർ ഗുരുവായൂരിന്നായാലും അതുപോലെ വാടാനപ്പള്ളി, തിരാക്കലെ, പൊന്നാനി പ്രദേശത്തുള്ളവർക്കൊന്നും അറിയില്ല ഈ കയറി വരുന്നത് ബൈപ്പാസിലേക്കാണെന്ന്. വലിയൊരു ദുരന്തങ്ങൾ ദിവസേന ഉണ്ടാകുന്നുണ്ട്. ഇന്നും ഉണ്ടായി. പക്ഷേ ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് പറയാൻ പറ്റില്ല. അതിക്ക് മുന്നായിട്ട് തന്നെ വേണ്ടപ്പെട്ട അധികാരികൾ, MVD അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള നഗരസഭയുമായി ബന്ധപ്പെട്ടവരെല്ലാവരും വന്ന് കണ്ട് ഇത് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം. അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ മുന്നിൽ വലിയ വലിയ ദുരന്തങ്ങൾ കാണേണ്ടി വരും. കൊടുങ്ങല്ലൂർ നഗരത്തിലെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റിക്ക് യഥാർത്ഥത്തിൽ ഇവിടെ വന്നൊന്ന് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. നമുക്ക് ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബൈപ്പാസിൻ്റെ നിർമ്മാണത്തെ തുടർന്ന് ഗതാഗതം ഇവിടെ വളരെയധികം കൂടിയൊക്കെയാണ്, വാഹനങ്ങളുടെ പെരുപ്പം. അപ്പോൾ ഈ റോഡിൽ നിന്ന് റീടാറിങ് ചെയ്തതിന് ശേഷം ഉണ്ടായിരുന്ന ഹമ്പുകൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന് കയറണത് വളരെ സ്പീഡിൽ നിന്നാണ് റോഡിൽ നിന്ന് വന്നിട്ട് നമ്മുടെ മെയിൻ റോഡിൽ കയറുന്നത്. അപ്പോൾ വലിയ വലിയ ബസ്സുകളും കണ്ടെയ്നറുകളൊക്കെ വരുമ്പോൾ അപകടത്തിനുള്ള സാധ്യതകൾ കൂടുകയാണ്. പിന്നെ നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ അടിയിലേക്കാണ് അന്യദേശത്തുള്ള ഒരു 2 വീലർ യാത്രക്കാർ വന്ന് കയറുന്ന അവസ്ഥയുണ്ടായിരുന്നു. തദ്ദേശവാസികൾക്കില്ലെങ്കിലും നിരന്തരമായിട്ടുള്ള അപകടങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ഇതിനകത്ത് ഇടപെട്ട് അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.